ഹായ്, നമുക്കിനി DME 2-ൽ മോഡ്യൂൾ 4-ൻ്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹെലിക്കൽ ഗിയേഴ്സിൻ്റെ ആണ്. ഹെലിക്കൽ ഗിയറിൻ്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. എ പിനിയൻ ഗിയർ റണ്ണിങ് അറ്റ് 1000 RPM 10,000 RPM have to transmit 10 kW to a pair of gear. The teeth are 20 degree step in diameter plane and having a helix angle of 45 degree. The pinion has a pitch circle diameter of 80 mm and a gear of 320 mm. If the gears are made of cast steel having allowed static stress 100 megapascal, determine the suitable module and face width for static strength consideration and check the gear for wear strength given. സിഗ്മ എസ് 618 മെഗാപാസ്കൽ. അപ്പോൾ ഇതാണ് ഹെലിക്കൽ ഗിയറിൻ്റെ ഒരു പ്രോബ്ലം. നമ്മുടെ സ്പർ ഗിയറിൻ്റെ ഡിസൈൻ്റെ അതേപോലൊക്കെ തന്നെയാണ് ഹെലിക്കൽ ഗിയർ. ഇതിനകത്തൊരു ഹെലിക്സ് ആംഗിളൊക്കെ വരുന്നുണ്ട് 45 ഡിഗ്രി. അപ്പോൾ എന്ത് ഗിവൺ ഡേറ്റ ആദ്യം എടുത്തെഴുതാം, ഒരു കോളം വരച്ച് എഴുതാം. പിനിയൻ 1 എന്ന് കൊടുക്കാം, ഗിയറിന് 2 എന്ന് കൊടുക്കുന്നു. നമ്പർ ഓഫ് ടീത്ത് Z എന്നാണ് നോട്ട് ചെയ്യുന്നത്. പിനിയൻ്റെ Z1, ഗിയറിന് Z2 എന്ന് എഴുതുന്നു. പിച്ച് സർക്കിൾ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിന് D1 80 mm, D2 320 mm. സ്പീഡ് തന്നിട്ടുണ്ട്, N1 10,000, N2 നമുക്കറിയത്തില്ല. മെറ്റീരിയൽ 2 കാസ്റ്റ് സ്റ്റീലാണ് തന്നിട്ടുണ്ട്. അലൗഡ് സ്റ്റാറ്റിക് സ്ട്രെസ് രണ്ടിലും സെയിം ആണ്, 100 മെഗാപാസ്കൽ 100 മെഗാപാസ്കൽ. അതിന് സിഗ്മ D എന്ന് പറയുന്നു. എൻഡ്യൂറൻസ് ലിമിറ്റിന് സിഗ്മ ES എന്ന് പറയുന്നത്, അത് രണ്ടും സെയിം ആണ് തന്നിട്ടുണ്ട്. ഈ അലൗഡ് സ്റ്റാറ്റിക് സ്ട്രെസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് പേജ് നമ്പർ 241 പോയാൽ ടേബിൾ 12.22 അത് കിട്ടുന്നതാണ്. ദെൻ പവർ ട്രാൻസ്മിറ്റർ 15 kW. പ്രഷർ ആംഗിൾ നമ്മുടെ സ്പർ ഗിയറിൽ പറഞ്ഞ പോലെ തന്നെ 20 ഡിഗ്രി സ്റ്റെപ്പ് ഇൻ ഡയമീറ്റർ പ്ലെയിൻ. ഹെലിക്സ് ആംഗിൾ വന്നിട്ടുണ്ട് ബീറ്റ 45 ഡിഗ്രിയാണ്. പിന്നെ നമുക്ക് ഗിയർ റേഷ്യോ നമുക്ക് അറിയാം. ഗിയർ റേഷ്യോ എപ്പോഴും വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യണം. ദെൻ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മൊഡ്യൂൾ കണ്ടുപിടിക്കണം, ഫേസ് വിഡ്ത്ത് B കണ്ടുപിടിക്കണം, ചെക്ക് ദ ഗിയർ ഫോർ വിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യമേ ഗിയർ റേഷ്യോ നമുക്കറിയാവുന്ന പോലെ ഇക്വേഷൻസ് ആണ്, കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ. I = Z2/Z1 D2/D1 N1/N2. അപ്പോൾ ഇതിനകത്ത് ഐയുടെ വാല്യൂ എപ്പോഴും 1 കൂടുതൽ വരണം. അപ്പോൾ നമുക്ക് N1 തന്നേക്കുന്ന 2 വാല്യൂ ഉള്ളത് ഏതാണ്? ഡയമീറ്ററിൻ്റെ പിച്ച് സർക്കിൾ ഡയമീറ്ററിൻ്റെ വാല്യൂസ് രണ്ടും ഉണ്ട്. അപ്പം 320/80 എന്ന് എഴുതണം, എന്നാലും 1 കൂടുതൽ വരും, തിരിച്ചെഴുതരുത്. അപ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ ഗിയർ റേഷ്യോ N1/N2 = 4 എന്ന് കിട്ടും. I = Z D N1 എന്ന് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ N2 നമുക്ക് N1 അറിയാം, അപ്പോൾ N2 കണ്ടുപിടിക്കണമെങ്കിൽ N1/N4. N1ൻ്റെ വാല്യൂ 10,000 ആണ്, അപ്പോൾ നമുക്ക് N2 കിട്ടും. ദെൻ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് നമ്പർ ഓഫ് ടീത്ത് Z1 ആൻഡ് Z2 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ ഇക്വേഷൻ നമ്പർ 12.19 സിയിൽ ഇസഡിൻ്റെ ഇക്വേഷനുണ്ട് D/M. Z എന്ന് D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, M എന്ന് പറഞ്ഞാൽ മൊഡ്യൂളാണ്. ആ ഇക്വേഷൻസ് നോക്കണം. ഇനി ഇതിനകത്ത് ഈ ഹെലിക്കൽ ഗിയറിനകത്ത് നമുക്ക് വേറൊരു ടൈം ഇവിടെ വരുന്നത് ഫോർമേറ്റീവ് നമ്പർ ഓഫ് ടീത്ത് ZD എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ആ ഗിയറിൻ്റെ സർക്കംഫറൻസിൽ മാക്സിമം എത്ര ടീത്തുകൾ നമുക്ക് എടുക്കാമെന്നുള്ളതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ആ ഇക്വേഷൻ 12.22 കിടപ്പുണ്ട്. ZD എന്നാണ് പറയുന്നത്, Z/cos³ ബീറ്റ. ആ ഇക്വേഷൻ ZD അതുപോലെ എഴുതിയിട്ട് ഇസഡിനെ നമുക്ക് D/M എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് ഫോർ പിനിയന് ZD1 എന്ന് പറഞ്ഞാൽ D/M cos³ ബീറ്റ. ആ ഡിയുടെ വാല്യൂ നമുക്ക് പിനിയൻ്റെ അറിയാം 80 ആണ്. M അതുപോലെ ഇട്ട് cos³ ഇടുന്നു. ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെലിക്സ് ആംഗിൾ. അപ്പോൾ ഒരു എമ്മിൻ്റെ ടൈമിലുള്ള ഇക്വേഷൻസ് കിട്ടും. അതുപോലെ ഗിയറിനും ZD2 കണ്ടുപിടിക്കുന്നു, ഡിയുടെ 320/M cos³ 45. അപ്പോൾ അത് ആ 2 ഇക്വേഷൻസും എമ്മിൻ്റെ ചേർന്നിട്ട്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ ഡയമീറ്റർ കണ്ടുപിടിക്കാം. D1 നമുക്കറിയാം 80 mm ഉണ്ട്, 320 mm തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ലൈൻ വെലോസിറ്റി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ V = πdN/60. അപ്പോൾ ഇതിനകത്ത് പൈ ഇട്ടു, D അറിയാം, N അറിയാം, 60 അറിയാം. നമുക്ക് 10,000 തൊട്ട് കൊടുക്കുന്നതാണ്. ഓൾവേസ് സ്പെസിഫൈഡ് ഇൻ MM ആയതുകൊണ്ടാണ് തൊട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 41.88 m/s കിട്ടും. അടുത്ത ഡിസൈഡ് വീക്കർ ബിറ്റ്വീൻ പിനിയൻ ആൻഡ് ഗിയർ. അപ്പോൾ നമുക്ക് എപ്പോഴും സ്പർ ഗിയർ ചെയ്ത പോലെ തന്നെ പിനിയനാണോ
ഗിയറാണോ വീക്കർ എന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഈ ക്വസ്റ്റിനകത്തും മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ, അതായത് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് രണ്ട് ഗിയറും, അതായത് ഗിയറും പിനിയനും മെയ്ഡ് ചെയ്തേക്കുന്നത്. സോ പിനിയൻ ഈസ് ചോസൺ ആസ് വീക്കർ വൺ, സോ ഡിസൈൻഡ് ഫോർ പിനിയൻ. രണ്ട് ഡിഫറൻ്റ് ആണെങ്കിൽ അതിനോട് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേഷൻ ഓഫ് മൊഡ്യൂൾ ഫ്രം ലിവീസ് ഇക്വേഷൻ. ലിവീസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മൊഡ്യൂൾ കണ്ടുപിടിക്കണം. പേജ് നമ്പർ 214 ഇക്വേഷൻ 12.24a നമ്മുടെ ഇക്വേഷൻസ് ഇറക്കുന്നുണ്ട്. എഫ് ടി ഇക്വേഷൻ വേണമെന്ന് പറയും. എഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ്, സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ അലോവർ സ്റ്റാറ്റിക് സ്ട്രെസ്, സി വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഫാക്ടർ, ബി എന്ന് പറഞ്ഞാൽ ഫേസ് വിഡ്ത്ത്, ഇതെല്ലാം ഇതിനകത്ത് കിടക്കുന്നതാണ്. എം എൻ എന്ന് പറഞ്ഞാൽ നോർമൽ മൊഡ്യൂൾ. നോർമൽ മൊഡ്യൂളിൻ്റെ ഇക്വേഷൻ എം എൻ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു കോസ് ബീറ്റ, ഇക്വേഷൻ 12.919 സി ആണ് 211. സി ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സി ഡബ്ല്യു ഇതാണ്. സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ലൂബ്രിക്കേഷൻ ഫാക്ടറാണ്. എഫ് ടിക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ സ്പർഗിയർ ചെയ്ത പോലെ തന്നെ 205 12.77 1000 PCS/V. പി നമുക്കറിയാം. സർവീസ് സി എസ് എന്ന് പറഞ്ഞാൽ സർവീസ് ഫാക്ടറാണ് 1.25. പേജ് 235 നോക്കുക, ടേബിൾ 12.8. നമ്മളിത് അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ഫോർ മീഡിയം ഷോക്ക് 3 hours per day ആണെങ്കിൽ സി എസ് 1.25, വി ഈക്വൽ ടു 41.88 mm സ്റ്റെപ്പ് 3 നമുക്ക് കിട്ടുന്നു. അപ്പോൾ എഫ് ടിക്ക് അത് ഇട്ട് കൊടുക്കുന്നു, എഫ് ടിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നു. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ അലോവർ സ്റ്റാറ്റിക് സ്ട്രെസ് ആണ്. സിഗ്മ ഡി 100 MPa, അതിനെ ന്യൂട്ടൺ mm² മാറ്റി എഴുതും. ഗിവൺ ഡേറ്റയാണ്. സി വി നമുക്ക് കണ്ടുപിടിക്കണം. വി നമുക്കറിയാം 41.88 m/s. സി വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, പേജ് നമ്പർ 214 12.25 d 5.55/5.55 പ്ലസ് റൂട്ട് ബി. അതിനകത്ത് നമുക്ക് സി വി കിട്ടുന്നു. ഫേസ് വിഡ്ത്ത് ബി ആണ്, അത് പേജ് നമ്പർ 213 12.23 എഫിൽ 12.5 mn ടു 1220 mn ആണ്. അസ്യൂം വി ഈക്വൽ ടു അസ്യൂമിന് ഇടയ്ക്കുള്ളൊരു വാല്യൂ അസ്യൂം ചെയ്യുവാണ്. എം എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എം എൻ ഓഫ് നേരത്തെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, എം ഇൻറ്റു കോസ് ബീറ്റ, തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പിലുണ്ട്. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്പർഗിയർ ചെയ്ത പോലെ വൈ ഈക്വൽ ടു പൈ ഇൻറ്റു വൈ ആണ്. വേറെ വൈ എന്ന് പറഞ്ഞാൽ ലൂയിസ് ഫോം ഫാക്ടറാണ്, പേജ് 24 12.5 ഇ ആണ്. ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇസഡിൻ്റെ അവിടെ ഇസഡ് ഇ ആണ് ഇട്ട് കൊടുക്കേണ്ടത്, ഇസഡ് ഇ ആണ്. നമുക്ക് പിനിയനാണ് ചെയ്തതുകൊണ്ടാണ് പിനിയൻ്റെ ഇട്ട് കൊടുക്കുന്നത്. ഗിയറിൻ്റെ ആയിരുന്നെങ്കിൽ പീക്കറിനെങ്കിൽ ഇസഡ് ഇ 2 ഇട്ട് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ഇസഡ് ഇ 1 ഇട്ട് കൊടുത്തു. ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫോം ഫാക്ടർ പൈ ഇൻറ്റു വൈ ആണ്. എം എൻ നമുക്കറിയാം, എം ഇൻറ്റു കോസ് ബീറ്റ, അപ്പോൾ കോസ് 45 ഇട്ട് 0.70 m എന്ന് കിട്ടും. സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. അസ്യൂം ദ ഗിയർ ടു ബി കണ്ടിന്യൂസ്ലി ലൂബ്രിക്കേറ്റഡ് വിത്ത് ഓയിൽ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൂബ്രിക്കേഷൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. ദെൻ സി ഡബ്ല്യു ഈക്വൽ 1.15, പേജ് നമ്പർ 241 ടേബിൾ 12.2 നോക്കുകയാണെങ്കിൽ ആ വാല്യൂ കിട്ടും. സോ ഈ ഇക്വേഷൻ വാല്യൂസ് എല്ലാം കൂടെ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 1.73 mm കിട്ടുന്നു. രണ്ടു വാല്യൂ ഇട്ട് അതിൻ്റെ ഈ വാല്യൂ എടുക്കുന്നു. സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് മൊഡ്യൂൾ നമുക്ക് 229 കിട്ടും. എം എന്ന് പറഞ്ഞാൽ ചോയ്സ് 1 നിന്നും ഈ ടേബിളിൽ നിന്ന് നമുക്ക് എമ്മിൻ്റെ വാല്യൂ 2 mm കിട്ടും. സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ അതർ ഡയമെൻഷൻസ് ഓഫ് പിനിയൻ ആൻഡ് ഗിയർ. എം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേജ് നമ്പർ 229 12.3 നമ്മൾ സ്പർഗിയർ ചെയ്ത പോലെ തന്നെ അഡൻ്റെ ഇൻഡിക്കേഷൻ ഇട്ടുണ്ട്. എം ആണ് ഡയറക്റ്റ് എഴുതാൻ. ഡിഡൻ്റ് എന്ന് പറഞ്ഞാൽ 1.25 m ആണ്. അപ്പോൾ എമ്മിൻ്റെ അവിടെ നമ്മുടെ ഈ കിട്ടിയ എം ഇട്ട് കൊടുത്ത് ചെയ്യുന്നു. അങ്ങനെ ടു തിക്നെസ് അതിനകത്തുള്ള വാല്യൂ എല്ലാം എടുത്ത് എഴുതുന്നു. എല്ലാത്തിനകത്ത് എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ വാല്യൂ എടുത്ത് എഴുതുന്നു. പിച്ച് ഡയമീറ്റർ ഇസഡ് 1 m എന്ന് പറഞ്ഞാൽ 80 d 320 അതൊക്കെ തന്നിട്ടുണ്ട്. ഔട്ട് സൈഡ് ഡയമീറ്റർ ഡി ഒ ആണ്. ഇസഡ് പ്ലസ് 2 ഇൻറ്റു എം. അത് നമുക്ക് ഇസഡ് നമുക്കറിയാം, 2 അറിയാം, 2 ഉണ്ട്, എം കിട്ടി. അതെല്ലാം ചെയ്യുന്നു. ഫില്ലറ്റ് റേഡിയസും എല്ലാം നമുക്ക് കണ്ടുപിടിക്കുന്നു. ഫ്രം സ്റ്റെപ്പ് 1 നിന്ന് നമുക്ക് ഇസഡിനെ d/m എന്ന് എഴുതാൻ പറ്റും. അതായത് ടീത്ത് ബൈ സിക്വൽ ടു ഡയമീറ്റർ ബൈ മൊഡ്യൂൾ. അതിൽ നിന്ന് നമ്പർ ഓഫ് ടീത്ത് ഓഫ് പിനിയൻ Z1 d1/m. d1 അറിയാം, എം അറിയാം, 40 കിട്ടും. നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ Z2 160 കിട്ടും. അടുത്ത സ്റ്റെപ്പ് ചെക്ക് ഫോർ ഡൈനാമിക് ലോഡ്. ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പർഗിയർ ചെയ്ത പോലെ തന്നെയാണ് സ്റ്റെപ്പുകളെല്ലാം. 12.26 എഫ് ടി പ്ലസ് എഫ് ഐ ഉണ്ട്. എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻ്റ് ലോഡ്, എഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കണ്ടുപിടിച്ചു. എഫ് ഐ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻസ്
അതേ ടേബിളിൽ തന്നെ ഉണ്ട്. K3 എന്ന് പറഞ്ഞാൽ 20.27, സി ഡൈനാമിക് ഫാക്ടർ, വി നമുക്ക് ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു. ബി നമുക്ക് നേരത്തെ എമ്മിൻ്റെ ടൈമിലുണ്ടായിരുന്നു, അതിനകത്ത് എമ്മിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തത് കിട്ടി. FT നമുക്കറിയാം. സി എന്ന് പറഞ്ഞാൽ ഇ ബൈ ഇക്വേഷൻ 207 ഇ കിട്ടും. ഇ എന്ന് പറഞ്ഞാൽ 0.05 എടുക്കാം. ഫോർ മൊഡ്യൂൾ സിൻസ് എറർ ഫോർ മൊഡ്യൂൾ 2 നോട്ട് ഗിവൺ. ഓക്കെ, പേജ് 237 പോയിട്ട് ഇയുടെ വാല്യൂ നമുക്ക് എടുക്കാം. നമുക്ക് മൊഡ്യൂൾ 2ൻ്റെ വാല്യൂ തന്നിട്ടില്ല, നമ്മൾ മൊഡ്യൂൾ 4ൻ്റെ ചേർത്തുള്ള വാല്യൂ എടുക്കാം. അതില്ലെങ്കിൽ തൊട്ടടുത്ത് എടുക്കുക. 237 ആ പേജ് നമ്പർ. ഇ എടുക്കുന്നു. E1 E2 എന്ന് പറഞ്ഞാൽ 210 GPa. നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ സ്വർഗീയറിൽ ചെയ്ത പോലെ അസ്യൂം ചെയ്തു. K1 എന്ന് പറഞ്ഞാൽ 8.74 20 ഡിഗ്രി സ്റ്റബ് സ്റ്റീത്ത് 207 ഉണ്ട്. സി നമുക്ക് 613 കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 2 കിട്ടുമ്പോൾ FT കിട്ടും. ഓക്കെ, സ്റ്റെപ്പ് 7.1 എന്ന് പറഞ്ഞാൽ എൻഡ്യൂറൻസ് സ്ട്രെങ്ത്. പേജ് നമ്പർ 214, 12.26 ബിയിൽ FEN ഇക്വേഷനാണിത്. സിഗ്മ EN നമുക്ക് 206 എടുക്കാം. കാസ്റ്റ് സ്റ്റീൽ മീഡിയം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. പേജ് നമ്പർ 238 പോയാൽ ആ വാല്യൂ കിട്ടും. 12.1 206 എടുത്തു. ഫാം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് 5 നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് തന്നെ എടുക്കുന്നു. MN എന്ന് പറഞ്ഞാൽ നമ്മൾ 211 നേരത്തെ ചെയ്തിട്ടുണ്ട്. എം അറിയാം, കോസ് ബീറ്റ അറിയാം. 1.41 എം കിട്ടും. അതായത് നോർമൽ മോഡ്യൂളാണ്. ഫേസ് വിഡ്ത്ത് നമുക്കറിയാം. സ്റ്റെപ്പ് 5 നമ്മൾ എടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇക്വേഷൻ 3F FEN നമുക്ക് കിട്ടും. FEN ലെസ് ദാൻ FD ആണ്. സോ ഡിസൈൻ നോട്ട് സേഫ് ആണ്. ഫോർ ഡൈനാമിക് സ്ട്രെങ്ത് അനുസരിച്ച് ഡിസൈൻ സ്ട്രെങ്ത് ആണ്. FEN ഗ്രേറ്റർ ദാൻ ഡൈനാമിക് ലോഡ് വന്നാലേ അത് സേഫ് ആകത്തുള്ളൂ. സോ വി ക്യാൻ റീഡിസൈൻ ഫോർ എ ന്യൂ മെറ്റീരിയൽ ഹാവിങ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ബെറ്റർ ദാൻ ദി സെലക്ടഡ് വൺ ഓർ ബൈ ചേഞ്ചിങ് ദി മോഡ്യൂൾ. അടുത്ത നമുക്ക് സ്റ്റെപ്പ് 8 വെയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റിംഗ് ലോഡ് ഫാക്ടർ അല്ലെങ്കിൽ ലോഡ് ഫോർ വെയർ. ഇക്വേഷൻ 214 പേജ് നമ്പർ 214 ഇക്വേഷൻ 12.2 RC FWൻ്റെ ഇക്വേഷനാണ്. D1 DQK ബൈ കോസ് സ്ക്വയർ ബീറ്റ. Q എന്ന് പറഞ്ഞാൽ റേഷ്യോ ഫാക്ടർ. ഇതെല്ലാം ഇക്വേഷൻ്റെ കൂടെ തന്നെ കിടപ്പുണ്ട്. 2 × Z2 നമുക്കറിയാം. Z1 + Z2 ആഡ് ചെയ്ത് Q കിട്ടുന്നു. K എന്ന് പറഞ്ഞാൽ ലോഡ് സ്ട്രെസ് ഫാക്ടർ സിഗ്മ E², അതും ആ ഇക്വേഷൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സൈൻ ആൽഫ ആംഗിളായിട്ട് കൊടുക്കേണ്ടത് 20, ബീറ്റ അല്ല, അപ്പോൾ അതിട്ട് കൊടുക്കുന്നു. K കിട്ടുന്നു. സോ FW എന്ന് പറഞ്ഞാൽ 5060 ന്യൂട്ടൺ കിട്ടുന്നു. സോ FW എന്ന് പറഞ്ഞാൽ FD ഗ്രേറ്റർ ആയിട്ടാണ് കിട്ടിയത്. സോ ഡിസൈൻ ഈസ് സേഫ് ആൻഡ് വി ക്യാൻ പ്രൊസീഡ് വിത്ത് 2. ഇതാണ് നമ്മുടെ ഹെലിക്കൽ ഗിയറിൻ്റെ പ്രോബ്ലം.